50 ദിവസത്തിൽ കൂടുതലുള്ള ഒരു യാത്ര. അത് കാറിലോ ബൈക്കിലോ ട്രെയിനിലോ ഒന്നും തന്നെയല്ല. 50 ദിവസം നീളുന്ന ബസ് യാത്രയാണ്. സാധാരണ നമ്മളൊക്കെ ഒരു 2-3 ദിവസം ബസ്സിൽ തുടരെ യാത്ര ചെയ്താൽ തന്നെ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 50 ദിവസത്തിൽ കൂടുന്ന ഒരു ബസ് യാത്രാ ഫെസിലിറ്റി ഇന്നത്തെ കാലത്തുണ്ടോ? എന്നാൽ അത് പണ്ടുണ്ടായിരുന്നു. വേൾഡ്സ് ലോങ്സ്റ്റ് ബസ് റൂട്ട് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. എല്ലാവർക്കും വിക്കി ബുക്സിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഈ ഒരു ബസ് യാത്ര ആരംഭിക്കുന്നത് 1957 ഏപ്രിൽ മാസം 15-നായിരുന്നു. ഈ ഒരു ബസിന്റെ പേര് ആൽബർട്ട് എന്നാണ്. ആൽബർട്ട് ട്രാവലർ എന്ന ഒരു ലണ്ടൻ കമ്പനിയാണ് ഈ ഒരു ബസ് സർവീസ് നടത്തിയിരുന്നത്. ഏറ്റവും നീളം കൂടിയ യാത്രയാണെന്ന് പറഞ്ഞു. അത് എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ലണ്ടൻ ടു കൊൽക്കത്ത അതുവരെയാണ്. ആലോചിച്ച് നോക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് അതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പക്ഷെ അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. ലണ്ടനിൽ നിന്നും കൊൽക്കത്ത, തിരിച്ചു കൊൽക്കത്തയിൽ നിന്നും ലണ്ടൻ. ഏകദേശം 32,669 കിലോമീറ്റർ നീളുന്ന ഒരു യാത്ര. ഇതൊരു ഡബിൾ ടക്കർ ബസ് ആയിരുന്നു. ഏകദേശം ഈ ഒരു 50 ദിവസത്തിൽ കൂടുതൽ ഇത് എത്ര നാടുകൾ, എത്ര രാജ്യങ്ങളെ ചുറ്റി വരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ 11 രാജ്യങ്ങളെയായിരുന്നു ചുറ്റി വന്നത്. ഈ 11 രാജ്യങ്ങളിലും ഇന്ത്യ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു മികച്ച കാര്യം തന്നെയാണ്. ബെൽജിയം, പശ്ചിമ ജർമ്മനി, ഓസ്ട്രേലിയ, യുഗോസ്ലാവിയ, ബൾഗേറിയ, ടർക്കി, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പശ്ചിമ പാകിസ്ഥാൻ, അതുവഴി ഇന്ത്യയിലേക്ക്. ഇന്ത്യയിൽ കടന്നതിന് ശേഷം ന്യൂഡൽഹി, ആഗ്ര, അലഹാബാദ്, ബനാറസ്, ഇതെല്ലാം കടന്ന് കൊൽക്കത്ത. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുമെന്നുണ്ടെങ്കിലും അന്നത്തെ യാത്രക്കാർ, ഈ ബസ്സിൽ യാത്ര ചെയ്തിരുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരായിക്കോട്ടെ, ഈ യാത്രയെ വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ഈ ആൽബർട്ട് എന്ന ബസിന്റെ ആദ്യ യാത്ര 1957 ഏപ്രിൽ മാസം 15-ന് ലണ്ടനിൽ നിന്ന് തുടങ്ങുകയും ജൂൺ മാസം 5-ാം തീയതിയോടുകൂടി കൊൽക്കത്തയിൽ എത്തുകയും ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 2-3 ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യും. അത് എത്ര തന്നെ ഫെസിലിറ്റി ആ ഒരു ബസ്സിൽ ഉണ്ടായിരുന്നാലും അങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ബസ്സിന്റെ കാര്യം, ആൽബർട്ട് എന്ന ബസ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും അന്നുണ്ടായിരുന്ന ടെക്നോളജീസിനും ഫെസിലിറ്റീസിനും അനുസരിച്ചുള്ള കുറെ കാര്യങ്ങൾ അവർ ആ ബസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വായിക്കാനുള്ള പുസ്തകങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ബെഡ്, റേഡിയോ, ഫാൻ, ഹീറ്റർ, പിന്നെ ഫുഡൊക്കെ പാചകം ചെയ്യാനായിട്ട് കിച്ചൺ, അങ്ങനെ ആ കാലത്ത് ആഡംബരമായി കണ്ടിരുന്ന എല്ലാ സാധനങ്ങളും യാത്രക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഒരു യാത്ര എന്നതിലുപരി അതിനെ ഒരു ടൂറായിട്ടായിരുന്നു ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന പല വഴികളിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ബസ് നിർത്തുകയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ശീലമുണ്ടായിരുന്നു. ഗംഗാ തീരത്തിലെ ബനാറസിലും താജ്മഹലും ഉൾപ്പെടെ പല ടൂറിസ്റ്റ് പ്ലേസസിലെല്ലാം തന്നെ പോകുന്ന വഴിക്ക് ഇറങ്ങുമായിരുന്നു. ഇതുകൂടാതെ ഡെഹ്റാൻ, സാൽസ്ബർഗ്, കാബൂൾ, ഇസ്താൻബുൾ, വിയന്ന തുടങ്ങിയ നഗരങ്ങളിലെല്ലാം തന്നെ ഷോപ്പിങ്ങിനായിട്ടും കുറെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വിശാലമായ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി വന്ന ചിലവ് ഏകദേശം 85 പൗണ്ട് ആയിരുന്നു. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8,774 രൂപ. പോയി വരുന്നതിന് 145 പൗണ്ട് ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതേ ഭക്ഷണത്തിനും യാത്രയ്ക്കും താമസത്തിനും എല്ലാത്തിനും ചേർത്തായിരുന്നു ഈ ഒരു എമൗണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 1976 വരെ ഈ ഒരു സർവീസ് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഒരു ആക്സിഡന്റ് ഉണ്ടാവും, ഒരു ബസ്സിന് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും പിന്നെ അത് ഉപയോഗശൂന്യമാവുകയും ചെയ്തു. ശേഷം ഇതിനെ ഒരു ആൻഡി സ്റ്റീവേർട്ട് എന്ന ഒരു ബ്രിട്ടീഷ് ട്രാവലർ വാങ്ങി പിന്നെ അതിനെ റീബിൽഡ് ചെയ്യുകയും മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതൊക്കെ പിന്നീട് ഉണ്ടായിരുന്ന ചില കഥകളാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്നില്ലാത്ത പല ഫെസിലിറ്റീസും പണ്ടുണ്ടായിരുന്നു. എന്നാൽ ടെക്നോളജീസ് വളർന്നതിന് ശേഷം ഇന്ന് അങ്ങനെ ഒരു ഫെസിലിറ്റീസിന്റെ ആവശ്യം തന്നെ ഇല്ല. ഇത്രയും ദൂരം യാത്ര, ബസ്സിലൊരു യാത്ര എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു ഫെസിലിറ്റി ഇന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു പക്ഷെ ആരും അങ്ങനെ ഒരു യാത്ര ഇഷ്ടപ്പെടുകയുമില്ല. പലരും ഇത്രയും ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ലൈഫിൽ ഇങ്ങനെ ഒരു 50-55 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബസ് യാത്രയ്ക്കൊന്നും ആരും ഇഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇനി വരാനും ചാൻസസ് ഇല്ല. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഇങ്ങനെയും ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിൽ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.